ഡൽഹിയിൽ ഇപ്പോൾ ദേശീയ സ്കൂൾ മത്സരം, അതായത് ദേശീയ സ്കൂൾ ഗെയിംസ് നടക്കുന്നുണ്ട്. ബോക്സിംഗ് മത്സരം ഇപ്പോൾ നടന്നു വരികയാണ് ഡൽഹിയിൽ. കഴിഞ്ഞ ഈ മാസം 3-ാം തീയതി ആരംഭിച്ച ബോക്സിംഗ് മത്സരം ഇപ്പോഴും തുടരുകയാണ്. ഇന്ന് സെമി ഫൈനൽ, നാളെ ഫൈനൽ എന്നീ മത്സരം കൂടി ഇന്നിപ്പോൾ ഡൽഹിയിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ വലിയ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് കേരള ടീമാണ്. കാരണം കേരളത്തിൽ നിന്നുള്ള ബോക്സിംഗ് താരങ്ങൾ വലിയ പരാതി ഉന്നയിച്ചിട്ടുണ്ട്. പലപ്പോഴും കേരളത്തിൽ നിന്നുള്ള താരങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടും അവരെ പരാജയപ്പെടുത്തിയെന്നൊരു പരാതിയാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത്. മത്സരത്തിന്റെ തുടക്കം തൊട്ട് തന്നെ ഏകപക്ഷീയമായ വിധികർത്താക്കളെല്ലാം സ്വീകരിക്കുന്നത് എന്നൊരു പരാതിയാണ് കേരളത്തിലുള്ള മത്സരാർത്ഥികൾ, താരങ്ങളെല്ലാം തന്നെ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാതി. നമ്മൾ താരങ്ങളുടെ പ്രതികരണം അടക്കമെടുത്തപ്പോൾ അവർ വ്യക്തമാക്കിയത് പല താരങ്ങളും ക്വാർട്ടർ ഫൈനലിലേക്ക് അടക്കം കടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും ഏകപക്ഷീയമായ വിധി കൊണ്ട് തന്നെ ഡൽഹിക്ക് അനുകൂലമായ ഒരു വിധിയാണ് പലപ്പോഴും സ്വീകരിച്ചെന്നൊരു പരാതി അവർ ഉന്നയിക്കുന്നു. അങ്ങനെ കേരളത്തിന് അർഹതപ്പെട്ട നിരവധി മെഡലുകൾ നഷ്ടപ്പെട്ടു എന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്. അതിലൊരു വലിയ പ്രതിഷേധം ഇന്നലെ അടക്കം ഈ ബോക്സിംഗ് റിങ്ങിൽ അരങ്ങേറിയിരുന്നു. ബോക്സിംഗ് റിങ്ങിൽ താരങ്ങൾ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ഇന്നലെ അവിടെ ഉണ്ടായിരുന്നത്. ഇന്ന് സെമി ഫൈനൽ, നാളെ ഫൈനൽ അടക്കമുള്ള മത്സരങ്ങൾ നടക്കാനിരിക്കുന്നു. എന്തായാലും കേരളത്തിന് പുറത്ത് ഇത്തരം മത്സരം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പല പരാതികളെല്ലാം തന്നെ മുൻകാലങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ഇത്തരമൊരു പരാതിയായി താരങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നത്. മാത്രമല്ല, താരങ്ങൾ കടുത്ത വിവേചനം നേരിട്ടു എന്നാണ് ഉന്നയിക്കുന്ന പരാതി. പ്രത്യേകിച്ചും കർണാടക, തമിഴ്നാടക്കമുള്ള സംസ്ഥാനങ്ങളിലുള്ള ബോക്സിംഗ് താരങ്ങളും സമാനമായ നിലയിലുള്ള പരാതിയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ താരങ്ങളുടെ അടക്കം വലിയ പ്രതിഷേധത്തെ തുടർന്ന് പിന്നീട് രണ്ട് മത്സരങ്ങളുടെ എല്ലാം കുട്ടികളുടെ വിധിയെല്ലാം തന്നെ മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ കേരളത്തിന് ഏതാണ്ട് 4 താരങ്ങളാണ് ഇപ്പോൾ സെമി ഫൈനലിൽ എത്തിയിരിക്കുന്നത്. ഇന്ന് അവരുടെ മത്സരമുണ്ട്. ഇന്നും ഏകപക്ഷീയമായ വിധിയാണ് ഉണ്ടാകുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും പ്രതിഷേധിക്കാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഈ വിദ്യാർത്ഥികൾ എന്തായാലും വലിയ പരാതി ഉന്നയിച്ചിട്ടുണ്ട്. മാത്രമല്ല, വലിയ ആശങ്കയാണ് ഈ താരങ്ങളടക്കം ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരാതി. കാരണം ഇത്തരമൊരു മാസങ്ങൾ നീണ്ട പരിശീലന ശേഷം ഇവിടെ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടും അർഹതപ്പെട്ട അംഗീകാരം ലഭിച്ചിട്ടില്ലെന്ന പരാതി ഈ ബോക്സിംഗ് താരങ്ങളടക്കം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ശക്തമായ പ്രതിഷേധമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ ബോക്സിംഗ് താരങ്ങളുടെ അടക്കം തീരുമാനമുണ്ടായിരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഡൽഹിയിൽ നമ്മുടെ കുട്ടികൾ, കേരള ടീമിലെ ഗുസ്തി താരങ്ങൾ, ബോക്സിംഗ് താരങ്ങൾ അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. അവരുടെ വിധി നിർണ്ണയത്തിൽ പാകപ്പിഴയുണ്ടെന്ന് പറഞ്ഞ് അവർ ബോക്സിംഗ് റിംഗിലാണ് കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. അവരുടെ വാക്കുകൾ കൂടെ നമുക്കൊന്ന് കേൾക്കാം, പ്രതിഷേധത്തിൻ്റെ ആ സ്വരം. ഒരു കളി എന്ന് പറഞ്ഞാൽ 2 മിനിറ്റാണ്. എൻ്റെ ഫസ്റ്റ് റൗണ്ട് 1 മിനിറ്റും സെക്കൻഡ് റൗണ്ട് 58 സെക്കൻഡും 3-ാമത്തെ റൗണ്ട് 58 സെക്കൻഡുമാണ് ഉണ്ടായിരുന്നത്. 2 മിനിറ്റ് ഉണ്ടായിരുന്ന കളി അവരത് ചെയ്തിട്ടില്ല. സെക്കൻഡ്സ് ചെയ്യുന്ന ടൈം ആയാൽ പോലും അവർ കുറയ്ക്കും. സെക്കൻഡ്സ് ചെയ്യുന്ന ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര റിക്കവറി കിട്ടേണ്ട ടൈമാണ്. അതുപോലെ അവർ തന്നില്ല. തളർന്നു എന്ന് മനസ്സിലാക്കുമ്പോഴത്തേക്കും അവർ ഇത് ചെയ്യുക, ടൈം കുറയ്ക്കുക. അപ്പം തന്നെ അവർ ബെല്ല് അടിക്കും. പിന്നെ എല്ലാ കളിയും ഭോപ്പാൽ വെച്ചിട്ടുണ്ടായിരുന്നാലും മണിപ്പൂർ വെച്ചിട്ടുണ്ടായിരുന്നാലും എല്ലാ കളിയിലും ലൈവ് ഉണ്ടായിരുന്നു. എല്ലാ കളിയുടെ ലൈവും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഈ ക്യാമറ അലോഡ് അല്ലെന്നാണ് പറയുന്നത്. 2-3 പേര് റിങ്ങി കയറി പ്രതിഷേധിച്ചിട്ടുണ്ടായിരുന്നു. അവരെയൊക്കെ ഡിസ്ക്വാളിഫൈ ചെയ്യുമെന്നാണ് അവർ പറഞ്ഞത്. ഭീഷണിപ്പെടുത്തിയാണ് അവരെ ഇറക്കിയത്. കോച്ച് സംസാരിച്ചിട്ട് അവർ സമ്മതിക്കുന്നില്ലായിരുന്നു. ബൗട്ട് ഷീറ്റ് തയ്യാറാക്കുന്നത് ഡ്രോ ചെയ്തിട്ടാണ്. അതിൽ കോച്ചസിനൊക്കെ വിളിച്ച് കാണിക്കുന്നതുമാണ്. പക്ഷേ ഇവരത് ചെയ്യുന്നില്ല. അവർ തന്നെ ടൈപ്പ് ചെയ്ത് സാധാ പോലെ ഇട്ട് നമുക്ക് അതിൻ്റെ ഇത് മാത്രമേ തരുന്നുള്ളൂ. നമുക്കിതൊന്നും കിട്ടുന്നില്ല. കാരണം നമുക്ക് കിട്ടേണ്ട പല ബൗട്ടും ക്ലീനായിട്ട് നമ്മൾ 3 റൗണ്ട് 1-2 ബൗട്ടല്ല പോയത്. നമുക്ക് ക്ലീനായിട്ട് നമ്മൾ 3 റൗണ്ട് നമ്മൾ തന്നെ പിടിച്ച ബൗട്ടാണ് അവർക്ക് കൊടുത്തത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.